Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ സെയിൽ ചെയ്യാനും നമ്മൾക്ക് ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. പലരും പല രീതിയിലൊക്കെ ആയിട്ടാണ് ഈ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 സവാള ഞാൻ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണ്. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയിൽ ചെറുതായി നുറുങ്ങി അരിഞ്ഞിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. സ്പൈസി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഗാർലിക്കും ജിഞ്ചറും പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. അത് ഒരു 1 ടേബിൾ സ്പൂണിന് മേലെയായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ഒരു 18 റോള് വരെ ഉണ്ടാക്കാം ഈ ഫില്ലിങ്ങിൽ. അപ്പോൾ ഇതിലേക്ക് ഇതിന് വേറെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇതാണ് കേട്ടോ ഈ ക്യാരറ്റും ക്യാപ്സിക്കം. അതും കൂടി ഞാൻ ഒരു സ്മോൾ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് പോർഷനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡറും ഗരം മസാലയാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കൊറിയാണ്ടർ പൗഡറാണ് കേട്ടോ. മല്ലിപ്പൊടി അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്തിട്ടാകുമ്പോൾ നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ റോളിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ സ്പൈസി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും. ഇതിലേക്ക് ഒരു 200 ഗ്രാമിന് മേലായിട്ട് ഞാൻ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 250 ഗ്രാം ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവസാനം ഇതിലേക്ക് കൊറിയാണ്ടർ ലീവ്സിലെ മല്ലിയില അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പോഴത്തേനും കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് സൺഫ്ലവർ ഓയിലാണ് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അത് കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കാം. അതിന് ശേഷം കുറച്ച് കട്ടിക്കായിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കരുത്. നമ്മൾ വെള്ളം കുറച്ചിട്ട് വേണം നമ്മൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നമുക്കിതിനെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് പിന്നീട് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ കുഞ്ഞു ബോൾസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് 3 എണ്ണം ഒരുമിച്ച് പരത്തിയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ചപ്പാത്തി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി റെഡിയാക്കുന്നുള്ളത്. 2 കപ്പ് മൈദപ്പൊടി എടുത്താൽ 15 കുഞ്ഞ് ഇതുപോലത്തുള്ള ബോൾ കിട്ടും, 15 ചപ്പാത്തി കിട്ടും. അപ്പോൾ ഇതാ ഹാഫായിട്ട് ഞാൻ ഇതിനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 3ഉം ഒരുപോലെ പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഈ ഓയിൽ എത്രത്തോളം നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുവോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് വെന്ത് വന്നതിന് ശേഷം ഇതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുള്ളത്. അപ്പോൾ ഇത് 2ാമത്തതും 3ാമത്തതും ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നല്ല പോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. തിന്നായിട്ട് എടുക്കരുത്, അപ്പോൾ അതിൻ്റെ ചപ്പാത്തി കുറച്ച് കട്ടിയായി പോവും. ഇതാ ഓരോന്നും 3 വീതം ഞാൻ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ആ സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ മൈദപ്പൊടി. അത്
മറ്റേതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. മൊത്തത്തിലും ഇത് പരത്തിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഒരുമിച്ചിട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കുന്നുള്ളത്. ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇളകി വരും കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ മറിച്ചും തിരിച്ചു വിട്ടിട്ട് അതിനെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും നമ്മൾ റോളിൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കുമ്പോഴത്തേനും അതിന് ഒരു തിക്കായിട്ടൊന്നും ഉണ്ടാവില്ല. നല്ലോണം തിന്നായിട്ട് തെളുപ്പായിട്ടായിരിക്കും ഉണ്ടാകുന്നുള്ളത്. അതുപോലെ കുറേ എണ്ണം നമ്മളിങ്ങനെ വിട്ട് കിട്ടുന്ന ടൈമിൽ അത് കീറിയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന റോൾ തന്നെയാണ് റോളിൻ്റെ ഷീറ്റും. ഹോം മെയ്ഡായിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും അത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോള് തന്നെ നിങ്ങൾക്ക് വിൽക്കാം. ഇത് മുഴുവനും ഞാൻ ചുട്ടെടുത്ത് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് അതൊരു കാസറോളിലോ അല്ലെങ്കിൽ അടുപ്പുള്ള ഒരു പാത്രത്തിലോ ഇട്ട് വെക്കാം. ഇങ്ങനെ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. ഇതിലേക്ക് മൈദേൻ്റെ പേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ തേച്ച് കൊടുക്കുന്നുള്ളത്. അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുറ്റിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മിഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് നിൽക്കും. എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അല്ലാതെ റോളിൻ്റെ ഷീറ്റ് ഉണ്ടാകുന്ന പോലെ സ്ക്വയറായിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുന്നുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ മാറ്റി വെക്കാം. അത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കുകയാണെങ്കിലും അങ്ങനെയും കഴിക്കാം. നല്ല ക്രിസ്പി ആയിരിക്കും. നല്ല അകത്ത് നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ്. ഞാൻ ഇതിനെ മുട്ടയുടെ വെള്ളയിൽ മുക്കി കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി മുക്കി എടുത്തതിന് ശേഷം കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ സെയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ നല്ല രസമുണ്ടായിരിക്കും. കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ എന്നിട്ട് നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾക്ക് ഇതിനെ ഓയിൽ നിന്ന് കോരി മാറ്റാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഞാൻ ഇതിനെ അടിയിൽ ബട്ടർ പേപ്പറും ടിഷ്യൂം വെച്ചെടുത്തതിന് ശേഷമാണ് ഈ ബോക്സിലിട്ടിട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ മസ്ക ബണ്ണിൻ്റെ റെസിപ്പിയും ഞാൻ ചെയ്തിട്ടുണ്ട്. വേണ്ടവർ കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.